ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ അവശനിലയിലായിരുന്ന മുറിവാലൻ കൊമ്പൻ ചരിഞ്ഞു. പരിക്കേറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മുറിവാലൻ. നന്ദുഷ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നന്ദു, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യകാര്യത്തിൽ ഒരു ആശങ്ക അത് വനംവകുപ്പൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ചികിത്സിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ചരിഞ്ഞു അല്ലേ? എന്താണ് ഉണ്ടായത്? പൂജ, ഇന്നലെ രാവിലെയാണ് മുറിവാലൻ കൊമ്പനെ സൂര്യനെല്ലിക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് 60 ചോല എന്ന് പറയുന്ന സ്ഥലത്ത് അവശനിലയിൽ കണ്ടെത്തിയത്. ചക്കക്കൊമ്പനുമായി 3 ദിവസം മുൻപുണ്ടായ ഏറ്റുമുട്ടലിലാണ് മുറിവാലൻ കൊമ്പന് ഗുരുതരമായി പരിക്കേറ്റത്. വാലിന് സമീപത്തായി നട്ടലിനോട് ചേർന്നുണ്ടായ ആഴത്തുള്ള മുറിവാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. വളരെ ഗുരുതരമായ അണുബാധയായിരുന്നു ആനയ്ക്കേറ്റിരുന്നത്. അതിനാലാണ് വളരെ അവശനിലയിലായി ഭക്ഷണം പോലും എടുക്കാതെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവശനിലയിൽ കിടന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെയൊക്കെ തന്നെ വനംവകുപ്പും ഒപ്പം നാട്ടുകാരുമൊക്കെ ചേർന്ന് വെള്ളം ഓസ് വഴിയാണ് ആനയ്ക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇന്നലെ അണുബാധ കുറയാനുള്ള മരുന്നുകളൊക്കെ നൽകിയെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ ആനയുടെ ആരോഗ്യനില എത്തിയിരുന്നു. അതിനാലാണ് ഇന്ന് ആനയുടെ മരണത്തിലേക്ക് നയിച്ച ഒരു തരത്തിലേക്ക് മാറിയത്. ഡോക്ടർ അരുൺ സക്കയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്ന് ചികിത്സ ഏറ്റെടുക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ആന ചരിഞ്ഞ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും പൂപ്പാറ, ചിന്നക്കനാൽ മേഖലകളിൽ വളരെ ഏറെ നാളായി അധിവസിക്കുന്ന ഒരു ആനയാണ് ഈ പറയുന്ന മുറിവാലൻ കൊമ്പൻ എന്ന കാട്ടുകൊമ്പൻ. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ എന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാട്ടുകൊമ്പനായിരുന്നു മുറിവാലൻ. മുറിവാലന്റെ മരണത്തെ വളരെയധികം പ്രാധാന്യത്തോടെയാണ് ഈ നാട്ടുകാർ വീക്ഷിക്കുന്നത്. പൂജ, നന്ദോ, ഇപ്പോൾ അവിടുത്തെ നടപടികളൊക്കെ എങ്ങനെയാണ് മുന്നിലേക്ക് പോകുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ടോ? നിലവിൽ വനംവകുപ്പ് സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളെ കുറിച്ച് അവർ ചർച്ച ചെയ്യുകയാണ്. അരുൺ സക്രിയ ഡോക്ടർ ഇന്ന് രാവിലെ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഡോക്ടർ അനുരാജാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോഴും നടപടികൾ പുരോഗമിക്കുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയുന്നതേ ഉള്ളൂ. വനത്തിനുള്ളിലാണ് നിലവിൽ ആന ചരിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ അവിടുന്ന് ആനയെ എത്തിക്കുന്നതിനുള്ള പരിമിതി കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. കാരണം മറ്റു വാഹനങ്ങളൊന്നും പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല ഇത്. അതിനാൽ തന്നെ ആനയെ പുറത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം ആനയെ പുറത്തെത്തിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വനത്തിനുള്ളിലാണ് ഉള്ളത്. അവിടെ വെച്ച് തന്നെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുക എന്നാണ് പൂജ ഇപ്പോൾ മനസ്സിലാവുന്നത്. നന്ദു, ഇതിപ്പോൾ കുറച്ചു ദിവസം മുമ്പേ ആനകൾ തമ്മിൽ, അതായത് ഒരു 10 ദിവസം മുൻപേ മറ്റു ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തിരുന്നു എന്നുള്ളൊരു വിവരം അന്ന് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഈ ആനകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് കാലിനോ മറ്റോ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ചരണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പരിക്കുകൾ ഉണ്ടായത് കൊണ്ടായിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായിരിക്കില്ലേ കാണുന്നത്? 3 ദിവസം മുൻപുണ്ടായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ഇത്ര ഗുരുതരമായ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഇന്നലെ ആനയെ പരിശോധിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം പറയുന്നത്. ചിന്നക്കനാലിന് സമീപത്തുണ്ടായ ഒരു വനത്തിൽ വെച്ചാണ് ചക്കക്കൊമ്പനുമായി മുറിവാലൻ ഏറ്റുമുട്ടിയത്. ഇതിനെ തുടർന്നാണ് നട്ടലിന് സമീപമേറ്റ ആഴത്തിലുള്ള മുറിവ് ഗുരുതരമായ അണുബാധയിലേക്ക് നയിച്ചതാണ് മരണകാരണമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പതിവായി കാട്ടുകൊമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പതിവ് കാഴ്ചയാണെങ്കിലും ഒരു ആനയുടെ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്കുള്ള പരിക്കുകളൊന്നും തന്നെ പരസ്പരം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ മുറിവാലൻ കൊമ്പന് വളരെ ആഴത്തിലുള്ള മുറിവായിരുന്നു വാലിന് സമീപം ഏറ്റിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് RRT സംഘം 3 ദിവസമായി ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വളരെ അവശനിലയിൽ ചിന്നക്കനാലിന്റെ സമീപപ്രദേശങ്ങളിൽ തിരിഞ്ഞ ആന ഇന്നലെ രാവിലെയോടെ വീണ അവസ്ഥയിൽ, അതായത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത നിലയിൽ വീണ അവസ്ഥയിലായിരുന്നു ഇന്നലെ 60 ചോല ഭാഗത്ത് കാണപ്പെട്ടത്. ആനയുടെ മുൻകാലുകളിൽ ഒന്ന് തിരിഞ്ഞു മടങ്ങിയ അവസ്ഥയിലായിരുന്നു വീണ് കിടക്കുന്ന ഒരു അവസ്ഥയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതിനാൽ തന്നെ ഈ ആനയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയുന്ന വളരെയധികം കഴിയുന്ന തരത്തിലല്ലായിരുന്നു ആനയുടെ കിടപ്പ്. അതുകൊണ്ട് തന്നെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി. അണുബാധ കുറയാനുള്ള ആന്റിബയോട്ടിക്കുകൾ നൽകിയെങ്കിലും മരുന്നുകളോട് ആന പ്രതികരിക്കുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആനയുടെ ജീവൻ രക്ഷിക്കാൻ പ്രയാസകരമാണ് എന്ന തരത്തിലുള്ള അറിയിപ്പുകൾ വനംവകുപ്പ് ഇന്നലെ തന്നെ നൽകിയിരുന്നു. എങ്കിലും വിദഗ്ധരുടെ ഒരു സംഘം ഡോക്ടർ അരുൺ സക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച് ആനയ്ക്കായി ചികിത്സ നൽകാനായി വനംവകുപ്പ് തീരുമാനിച്ചിരുന്നു. അവർ ഇന്ന് രാവിലെ ആനയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ആന ചരിഞ്ഞ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പൂജ, ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.